ഞങ്ങൾക്കെല്ലാം അയാളെ പേടിയാണ്. ആരോടും അടുപ്പമില്ലാതെ ഒറ്റയ്ക്ക് ജീവിച്ചിരുന്ന മനുഷ്യൻ. കൊച്ചി വടുതല സ്വദേശി വില്യം നാട്ടുകാർക്കെല്ലാം പേടി സ്വപ്നമായിരുന്നു. പതിവായി മദ്യപിക്കുകയും വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ കഴിയുകയും ചെയ്യുന്ന ഈ യുവാവ് അയൽവാസിയായ ക്രിസ്റ്റഫറോട് പക മനസ്സിലിട്ട് നടന്നതാണ്. ഇടയ്ക്കിടെ വില്യം ക്രിസ്റ്റഫറിൻ്റെ വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കും. വിസർജ്യ മാലിന്യം വീടിന് മുന്നിൽ കൊണ്ടുപോയി തള്ളും. കഴിഞ്ഞ രാത്രി ക്രിസ്റ്റഫറും ഭാര്യ മേരിയും പള്ളിപ്പെരുന്നാൾ കഴിഞ്ഞ് വീട്ടിലേക്ക് സ്കൂട്ടറിൽ വരികയായിരുന്നു. ആ സമയം യാതൊരു പ്രകോപനവുമില്ലാതെ വില്യം ദമ്പതികൾക്ക് നേരെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുന്നു. 50% പൊള്ളലേറ്റ ക്രിസ്റ്റഫറും ഭാര്യയും ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിന് ശേഷം വില്യം വീടിനുള്ളിൽ കയറി ജീവനൊടുക്കി. കൺമുന്നിൽ നടന്ന ക്രൂരകൃത്യത്തിൻ്റെ നടുക്കത്തിലാണ് നാട്ടുകാർ. വടുതല ചാത്യാത്തുപള്ളിയിൽ പെരുന്നാൾ കഴിഞ്ഞ് രാത്രി വീട്ടിലേക്ക് മടങ്ങി വരുമ്പോഴാണ് ക്രിസ്റ്റഫറിനും ഭാര്യ മേരിക്കും നേരെ അപ്രതീക്ഷിത ആക്രമണമുണ്ടായത്. സ്കൂട്ടറിൽ അവർ എത്തുമ്പോൾ വീടിനടുത്ത് നിൽക്കുകയായിരുന്നു അയൽവാസിയായ വില്യം. ദമ്പതികൾ വീടിനടുത്തെത്തിയപ്പോൾ യുവാവ് കുപ്പിയിലെ പെട്രോൾ ദേഹത്തേക്കൊഴിച്ചു. പിന്നാലെ ലൈറ്റർ കത്തിച്ച് അവരുടെ ദേഹത്തേക്ക് എറിഞ്ഞു. തീ ആളിയപ്പോഴേക്കും നിലവിളിച്ചുകൊണ്ട് ക്രിസ്റ്റഫറും മേരിയും തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് ഓടിക്കയറി. ആക്രമണത്തിൽ ക്രിസ്റ്റഫറിന് ഗുരുതരമായി പൊള്ളലേറ്റു. സ്കൂട്ടറിൽ ക്രിസ്റ്റഫറിന് പിന്നിലായിരുന്ന മേരിയുടെ ശരീരത്തിൽ അധികം പെട്രോൾ വീഴാതിരുന്നത് രക്ഷയായി. മേരിയുടെ വസ്ത്രത്തിൽ പടർന്ന തീ അയൽവാസികൾ വെള്ളമൊഴിച്ച് കെടുത്തി. 50%-ലധികം പൊള്ളലേറ്റ ക്രിസ്റ്റഫറിനെയും ഭാര്യയെയും ഓടിക്കൂടിയ നാട്ടുകാർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ അക്രമി ഓടിമറഞ്ഞിരുന്നു. പിന്നീട് പോലീസ് എത്തി അന്വേഷണം നടത്തിയപ്പോഴാണ് അടച്ചിട്ട വീട് കണ്ട് സംശയം തോന്നിയത്. പോലീസ് വാതിൽ ചവിട്ടിപ്പൊളിച്ചകത്ത് കടക്കുമ്പോൾ വില്യമിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. വർഷങ്ങളായി തുടരുന്ന പ്രശ്നങ്ങളുടെ പകവീട്ടലായിരുന്നു വില്യം വെള്ളിയാഴ്ച രാത്രി നടത്തിയതെന്ന് അയൽവാസികൾ പറയുന്നു. ഇവിടെ വെച്ചാണ് കണ്ടത്. ഞങ്ങളുടെ ഈ വാതിക്ക തന്നെയാണ്. അവർ മണ്ടു മറിഞ്ഞ് അങ്ങനെ രണ്ടുപേരും കൂടി ഞങ്ങളുടെ ഈ ഇവിടെ കയറിയിരുന്നു. അപ്പോൾ ഇവൻ കത്തി തുടങ്ങണേണ്. അപ്പോൾ ഈ മേരി സെൽറ്റിറ്റേന്ന് പറഞ്ഞ് വിളിച്ചെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ പുറത്ത് കിടക്കും. വന്നപ്പോൾ നിന്ന് കത്തണായിരുന്നു. ക്രിസ്റ്റഫറും ഭാര്യയും സ്കൂട്ടറിൽ വരുന്നത് കാത്തുനിന്നാണ് വില്യം അക്രമത്തിന് തയ്യാറെടുത്തതെന്ന് പോലീസ് പറയുന്നുണ്ട്. തൻ്റെ വീട്ടിലേക്ക് അനാവശ്യമായി ഒളിഞ്ഞു നോക്കുന്ന വില്യമിൻ്റെ സ്വഭാവത്തെപ്പറ്റി ക്രിസ്റ്റഫർ പലപ്പോഴും പരാതി പറഞ്ഞിരുന്നതാണ്. ഇതേ ചൊല്ലി ഇരുവരും തമ്മിൽ പലതവണ തർക്കവും ഉണ്ടായി. ഇതിനിടയിൽ 3 വർഷം മുൻപ് വില്യം ക്രിസ്റ്റഫറിൻ്റെ വീട്ടിലേക്ക് മലവിസർജ്യം എറിഞ്ഞതായി പോലീസിൽ പരാതി നൽകിയിരുന്നു. വില്യമിൻ്റെ ശല്യം സഹിക്കാൻ കഴിയാതെ ക്രിസ്റ്റഫർ സ്വന്തം വീട്ടിൽ CCTV ക്യാമറ സ്ഥാപിച്ചു. മാലിന്യം എറിഞ്ഞ സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയതിന് പിന്നാലെ വാർഡ് കൗൺസിലറും മറ്റും പ്രശ്നത്തിൽ ഇടപെട്ടിരുന്നതാണ്. പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ച കൗൺസിലർ അടക്കമുള്ളവരോടെല്ലാം ഇനി അങ്ങനെയൊന്നും ചെയ്യില്ലെന്നായിരുന്നു വില്യം പറഞ്ഞത്. അതോടെ പ്രശ്നങ്ങളെല്ലാം തീർന്നെന്ന് കരുതിയതാണ്. എന്നാൽ ഉള്ളിൽ തീരാത്ത പക സൂക്ഷിച്ച വില്യം ക്രിസ്റ്റഫറിനെയും ഭാര്യയെയും ആക്രമിക്കാൻ തക്കം നോക്കിയിരുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ രാത്രി അയാൾ ഇരുവരെയും കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത്. ന്യൂസ് 18 കൊച്ചി.